ചാലക്കുടി നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിലെ പ്രവർത്തനം ഔദാളത്തിലായതായി ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ ലീഡർ CA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബിജി സദാനന്ദൻ, ലില്ലി ജോസ്, ഷൈജ സുനിൽ, TD എക്സബർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ ഞങ്ങള് ഈ സമരത്തിന് പെട്ടെന്ന് ഉണ്ടായ സമരമല്ല, 2 ദിവസം മുന്നേ ഞങ്ങളിവിടെ ഈ സമരത്തിനെ കുറിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ വൈകിയ കാര്യമല്ല. ഇത് 6-7 മാസമായിട്ട് ജനങ്ങളെ നട്ടം തിരിക്കുന്ന ഒരു പരിപാടിയാണ് ചാലക്കുടി നഗരസഭ ചെയർമാനും കൂട്ടരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോഴും ഈ സമരത്തിന് ഇറങ്ങുന്ന മുമ്പാട് ചോദിക്കുമ്പോൾ ഇവരൊരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ തള്ളി പറയുന്നത്. ഇവരുടെ കഴിവുകേട് ഉദ്യോഗസ്ഥരെ തലയിൽ കൊണ്ടുവയ്ക്കുക. അവരെന്തെങ്കിലും നേട്ടങ്ങൾ ചെയ്താൽ അത് ഇവരെ കഴിവായിട്ട് കാണാം. അതാണ് ഇപ്പൊ ചാലക്കുടി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ നേട്ടങ്ങളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതായത് ഇവർക്ക് അഹങ്കരിക്കാനും പറ്റില്ല. ഇപ്പൊ ചാലക്കുടി നഗരസഭയില് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യം, ഹെൽത്ത് അഴിമതി കേന്ദ്രമാണെന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിപ്പോ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2ാമത്തെ കൌൺസിലാണ് അദ്ദേഹം പറയണത്, ഞാൻ പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാരും അനുസരിക്കുന്നില്ല എന്ന്. ഞങ്ങൾ ഈ 2 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് രാജിവെച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ചില വീടുകളിലെ പെറ്റിനെ വളർത്തും, അതിനെ വീടിന്റെ അകത്തിട്ട് വളർത്തുക. അപ്പോഴും നമ്മൾ വീടിന്റെ പുറത്ത് ഗേറ്റും എഴുതി വയ്ക്കും, നായുണ്ട് അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കും. അതേമാതിരി ഇവിടെ ബോർഡ് വെച്ചുകൊണ്ട് ഇരിക്കല്ലാതെ ഒരു ഗുണം പോലും ചാലക്കുടി നഗരസഭയ്ക്കില്ല. ഒരു ഗുണം പോലും നഗരസഭയ്ക്ക് ചെയ്യണില്ല. ഈ കലാഭവമണി പാർക്ക്, അതിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാമഗ്രികൾ തകർന്നടിഞ്ഞതിന്റെ മാസങ്ങളോളായി. അതൊന്ന് ചെയ്തു കൊടുക്കാൻ പോലും പറ്റണല്ലേ. അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട സുഹൃത്ത് മുഖേന പണിയുന്ന അല്ലെങ്കിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന ഒരു ആനേനെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ വിദേശികളടക്കം വന്നു പോവാ വെള്ളാനേനെ കാണാൻ, കൊമ്പില്ലാത്ത വെള്ളാനേനെ കാണാനായിട്ട് വന്നു പോവാണ്. ഞങ്ങൾ ഈ സമരത്തിന്റെ മെയിൻ കാരണം, ഇവിടെ ഒരു ദിവസം ഇപ്പൊ നിങ്ങള് പൊതുമരാമത്തിന്റെ അവിടെ ചെന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഒരു 15ഓളം പേരിൽ കടന്നുപോയ 4-5 പേര് ഇപ്പോ കടന്നുപോയാല് ഈ പെർമിറ്റിന് വേണ്ടി വരുന്നത്. മാസങ്ങളോളായിട്ടും ഒരു മുൻ കൌൺസിലർ, കോട്ട ആശ്രമത്തിലുള്ള മുൻ കൌൺസിലർ ഒരു പെർമിറ്റിനെ അപേക്ഷിച്ചിട്ട് മാസങ്ങളോളായിട്ട് വന്നു. ഈ സമരത്തിന് ഐക്യദാർഢ്യം പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയ ഒരു വനിതാ കൌൺസിലർ. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് മാറ്റ് വഴി അപേക്ഷിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ കേസ് മാറ്റ് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് കൊടുക്കുന്ന പറയണേ. കേസ് മാറ്റ് കൂടെ അപേക്ഷിക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും അടങ്ങിയതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് അവിടെ ചെന്ന് കാണണേ വേണ്ടു. ഇത് കാണാനായിട്ട് ഇവർ ചെല്ലുന്നത് 14ാമത്തെ ദിവസം. എങ്ങനെ കൊടുക്കാണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ കൊടുക്കാണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ്. അത് ഇവിടെ ചാലക്കുടി നഗരസഭ ചെയർമാൻ ഇടപെടണം, ഭരണപക്ഷം ഇടപെടണം. ഇരു കാരണവശാലും ഇവര് ചെയ്യണില്ല. എന്താ അതിന്റെ അടിസ്ഥാനം നമുക്കൊന്നും മനസ്സിലാകണല്ലേ. ഇവിടെ നമ്മുടെ വീടുകൾക്ക് മുന്നു കൊടുത്ത വീടുകളിലെ പണി കഴിഞ്ഞിട്ട് കൂടുതൽ ഇവിടെ വരുന്ന വീടുകള് ഈ കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതി മുഖേന PMA മുഖേന ഉള്ള പദ്ധതികളാണ്. അതിന്റെ ആ വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 650 സ്ക്വയർ ഫീറ്റാണ് വീട് പണി കഴിയുന്നത്. അതിന് വരെ ഇവര് പെർമിറ്റ് വീട് നമ്പർ കൊടുക്കാണ്ടിരുന്നു. ഒരു കിണർ കുത്തി എന്ന് പറഞ്ഞിട്ട് ആ കിണർ മൂടിച്ചു. ഒരു പാവപ്പെട്ടവൻ ഒരു 4 ലക്ഷം രൂപ കൊടുത്ത് അതിൽ വീട് പണിത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ഒരു കിണർ കുത്തി പെർമിറ്റിലില്ലാത്ത കിണറാന്ന് പറഞ്ഞിട്ട് അത് മൂടിച്ചു. നമ്മൾ അനധികൃതമായിട്ട് ഒന്നും ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ മാനുഷിക പരിഗണനയുണ്ട്. ഇന്ന് ചാലക്കുടി ടൗണിലെ വിജിലൻസ് വന്നിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പണി നിർത്തിക്കാൻ പറഞ്ഞിട്ട് വിജിലൻസ് നേരിട്ട് കൊടുത്തതാ. ആ നിർത്തിക്കാൻ പറഞ്ഞ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, വിജിലൻസ് പറഞ്ഞിട്ട്. അപ്പൊ അത്രത്തോളം കഴിവുള്ള നഗരസഭയാണത്. ഇവിടെ ചാലക്കുടി ചെയർമാനോ അല്ലെങ്കിൽ പൊതുമരാമത്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കോ ഇവിടെ ഭരിക്കാനൊന്നും നേരില്ല, അറിയൂല. അവരെ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അറിയില്ല. അവരുടെ അറിവില്ലായ്മയാണ് ഇവിടെ ചാലക്കുടി നഗരസഭയിലെ ഈ മെല്ലെപ്പോക്കുള്ള നയം.